തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ നിർണായക UDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കോൺഗ്രസ് കാലുവാരി എന്ന വിമർശനം JDUവും RSPയും ഉന്നയിക്കും. ബാർക്കോഴ കേസിൽ KM മാണിക്കും കോൺഗ്രസ് മന്ത്രിമാർക്കും രണ്ട് നീതി എന്ന വിമർശനം കേരള കോൺഗ്രസും ഉന്നയിക്കും. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, ഒരു വിഷയമല്ല, നിരവധി വിഷയങ്ങളാണ് ഇന്ന് UDFിൽ ചർച്ച ചെയ്യേണ്ടി വരിക. ഒരു മാരത്തോൺ ചർച്ച തന്നെ വേണ്ടിവരും ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീർക്കാൻ. ഘടകകക്ഷികളുടെ പ്രശ്നം, മാണിയുടെ പ്രശ്നം, മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചത് ശേഷമുള്ള ആദ്യത്തെ UDF യോഗമാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തൊക്കെയാണ് ചർച്ചാ വിഷയമാവുക? മറ്റു വിവരങ്ങൾ? സുരരാജ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ആദ്യത്തെ UDF യോഗമാണ് ഇന്ന് വൈകിട്ട് ചേരുന്നത്. വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലാണ് യോഗം ചേരുക. ഒരുപക്ഷെ യോഗം ഇന്ന് പലവിധ കാരണങ്ങളാൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് KM മാണി രാജിവെച്ചതിന് ശേഷമുള്ള ആദ്യ യോഗം കൂടിയാണ് ഇന്നത്തേത്. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഘടകകക്ഷികൾ പലതും കടുത്ത എതിർപ്പിലുമാണ് നിലനിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ നടന്ന സംഭവം കോഴിക്കോട്ട് ജനതാദൾ യുവിൻ്റെ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നത്. വേണ്ടി വന്നാൽ മുന്നണി വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരും, ആലോചിക്കേണ്ടി വരും എന്നുള്ള തരത്തിലേക്ക് വരെ യോഗത്തിൽ ചർച്ച ഉയർന്നു വന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MP വീരേന്ദ്രകുമാറിനെ പരാജയപ്പെടുത്താനിടയായ സാഹചര്യങ്ങൾ വിലയിരുത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് നേരത്തെ ജനതാദൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം കോൺഗ്രസ് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിടിച്ച് തോൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയത് എന്ന അമർഷവും ജനതാദൾ യുവിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തിനു മുന്നണിയിൽ തുടരണം എന്നുള്ള ഒരു നിലപാട് അവർക്കുണ്ട്. ഇക്കാര്യം ഒരുപക്ഷെ യോഗത്തിൽ ഉയർന്നു വരും. തീർച്ചയായും ഇന്നത്തെ UDF യോഗത്തിൽ ജനതാദൾ യു ഈ വിഷയം ഉന്നയിക്കും. അതോടൊപ്പം RSPക്കും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരാതി നിലനിൽക്കുന്നുണ്ട്. ഇതും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരും. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം, മന്ത്രി K ബാബുവിനെതിരെ ഉയർന്നു വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം സ്വാഭാവികമായും ചില നേതാക്കളെങ്കിലും ഈ വിഷയം ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് തെരഞ്ഞെടുപ്പിൽ ഇതും ഒരു വലിയ തിരിച്ചടിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും സജീവ ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ UDFന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. ഈ വിഷയവും ഇന്ന് ചർച്ചയ്ക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം KM മാണി ഗ്രൂപ്പ് ഉന്നയിക്കാനിടയുള്ള വിഷയവും ഇതുതന്നെയാണ്. ബാർ കോഴ കേസിൽ K ബാബുവിനും ഒപ്പം KM മാണിക്കും രണ്ട് നീതി എന്നുള്ള ഒരു നിലപാട് അവർ ഉന്നയിച്ചിരുന്നു. അത് അവർ പരസ്യമായ പല ഘട്ടങ്ങളിൽ പ്രഖ്യാപിക്കുകയും നേതാക്കൾ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണത്തിന് മുതിരുകയും ചെയ്തൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. K ബാബുവിന് എന്തുകൊണ്ട് ഒരു നീതി, KM മാണിക്ക് എന്തുകൊണ്ട് മറ്റൊരു നീതി എന്നുള്ള ഒരു നിലപാട് അവർ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ബിജു രമേശിൻ്റെ തിരുവനന്തപുരത്തെ കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിയും കേരള കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിന്മേൽ ഇപ്പോൾ നടപടി ആരംഭിച്ചു എങ്കിൽ കൂടിയും ഈ വിഷയം സ്വാഭാവികമായും ഉയർന്നു വരും. കാരണം ബിജു രമേശ് ആണ് തങ്ങൾക്ക് എതിരെ ചുക്കാൻ പിടിച്ചത് എന്നുള്ള ഒരു നിലപാട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ട്. ബിജു രമേശിനെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു നിലപാടിലാണ് I ഗ്രൂപ്പ്, അതായത് റവന്യൂ വകുപ്പ് ബിജു രമേശിനെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു നിലപാട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഉണ്ട് താനും. ഇതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം കോൺഗ്രസിനുള്ളിലെ വിഷയവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയിൽ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആര്യാടൻ മുഹമ്മദും ഒപ്പം KPCC അധ്യക്ഷനുമായും ഇന്നലെ കടുത്ത വാക്കുതർക്കം പോലും ഉയർന്നു വന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവം ഉണ്ടായത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ പരാജയവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായി ഉയർന്നു വരും. ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. അത് പരിഹരിച്ചിരുന്നുവെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒരു വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നു. എന്നാൽ അവിടെ പോലും തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ലീഗും കോൺഗ്രസും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ നേതൃത്വം തയ്യാറാകേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള നിലയിൽ ലീഗിനെ പിണക്കാതെ അവിടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് നേരെ മറിച്ച അഭിപ്രായവുമുണ്ട്. കാരണം ലീഗും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ലീഗ് നേതൃത്വവും ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ അവിടെ വിജയം വലിയ രീതിയിലാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. ശരി, ദിനകറിലേക്ക് വരാം. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി ഇതോടനുബന്ധിച്ച് വരുന്നത്, KPCCയുടെ ഉപസമിതി വയനാട്ടിലെ PV ജോണിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. അതിന്റെ വിവരങ്ങളുമായി അനൂപ് KR ചേരുന്നു. അനൂപ്, എന്താണ് വിവരങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വയനാട് DCC സെക്രട്ടറി PV ജോണിന്റെ മരണത്തെക്കുറിച്ച്
ഭരണത്തെക്കുറിച്ചും സംബന്ധിച്ച തോൽവിയെക്കുറിച്ചും അന്വേഷിക്കാൻ KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് ഇപ്പോൾ മാനന്തവാടിയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മാനന്തവാടിയിലെ PV ജോണിന്റെ വീട്ടിൽ സമിതി തെളിവെടുപ്പ് തുടരുകയാണ്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ആണ് അന്വേഷണ കമ്മീഷന്റെ കൺവീനർ. അതോടൊപ്പം VA നാരായണൻ, MP ജാക്സൺ എന്നിവരും കമ്മീഷൻ അംഗങ്ങളായുണ്ട്. രാവിലെ 11 മണിയോടുകൂടി ഇപ്പോൾ ഇവിടെ വീട്ടിലെത്തിയ KPCC കമ്മീഷൻ അംഗങ്ങൾ ഭാര്യയുടെയും മക്കളുടെയും മൊഴികളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു ശേഷം 11 മണിക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ മാനന്തവാടിയിലെ IB-യിൽ വെച്ച് ഇപ്പോൾ മറ്റുള്ളവരുടെ മൊഴികളും കമ്മീഷൻ രേഖപ്പെടുത്തും. കഴിഞ്ഞ 22-ന് തുടങ്ങാനിരുന്ന സിറ്റിംഗ് നിരവധി തവണ മാറ്റിവെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, KPCC പ്രസിഡന്റ് എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്നൊരു യോഗത്തിൽ PK ജയലക്ഷ്മി ഉൾപ്പെടെയുള്ള ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ സിറ്റിംഗ് നേരത്തെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ VS അച്യുതാനന്ദനും PV ജോണിന്റെ വീട് സന്ദർശിച്ചിരുന്നു. ഏതായാലും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കപ്പെട്ടവരിൽ നിന്നെല്ലാം മൊഴികൾ കമ്മീഷൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് KPCC കമ്മീഷന് ലഭിക്കാനും സാധ്യത. എന്നാൽ ഇതിനിടെ PV ജോണിന്റെ ഭാര്യ KL പൗലോസ് DCC പ്രസിഡന്റിനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചൊരു നീണ്ട പരാതി തന്നെ KPCC സമിതിക്ക് മറിയാമ്മ ജോൺ സമർപ്പിക്കുന്നുമുണ്ട്. ഇതിൽ പറയുന്ന പ്രധാന കാര്യം KL പൗലോസ് തന്റെ ഭർത്താവിന്റെ മരണത്തിൽ തീർച്ചയായും കാരണക്കാരനാണ്. PV തോമസും KL പൗലോസും ഉൾപ്പെടെയുള്ളവരുടെ മാനസികമായ പീഡനങ്ങൾ കാരണമാണ്, നിരന്തരമായുള്ള മാനസിക പീഡനം കാരണമാണ് PV ജോൺ ആത്മഹത്യ ചെയ്തത്. പരാജയപ്പെട്ടതിന് ശേഷം ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ KL പൗലോസ് തനിക്ക് ഇനിയെങ്കിലും പോയി ചത്തൂടോ എന്ന് ചോദിച്ച തരത്തിലുള്ള സംസാരം വരെ ഉണ്ടായതായും KPCC കമ്മീഷന് മറിയാമ്മ ജോൺ സമർപ്പിച്ച പരാതിയുണ്ട്. ഏതായാലും തെളിവെടുപ്പ് തുടരുകയാണ്. അല്പസമയത്തിനകം മാനന്തവാടിയിൽ വെച്ച് ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പേരുകാരിൽ നിന്ന് വരെ കമ്മീഷൻ മൊഴിയെടുക്കും. തീർച്ചയായും അനൂപ് കെയറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ദിനകർ, ഇതുൾപ്പെടെ വയനാട്ടിലെ സംഭവങ്ങൾ ഉൾപ്പെടെ കണ്ണൂരിലെ സംഭവങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇന്നത്തെ UDF-ൽ ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇത്രയേറെ പ്രശ്നങ്ങൾ നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ മാണിയുടെ രാജിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു UDF യോഗമായതുകൊണ്ട് ഈ പ്രശ്നങ്ങളിലൊക്കെ UDF എടുക്കുന്ന ഒരു നിലപാട് അതെങ്ങനെയാണ് നമ്മളിപ്പോൾ മുൻകൂട്ടി പറയുക? സുരാജ്, ഈ വിഷയത്തിൽ ഇന്നത്തെ യോഗത്തിൽ ഒന്നും ഒരു തീരുമാനവും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ഇത് വളരെ ബൃഹത്തായ ഒരു പ്രശ്നം തന്നെയാണ്. ഇത് കീറാമുട്ടിയാണ്. ഇത് പരിഹരിക്കാൻ UDF നേതൃത്വം ഒരു ദിവസമോ 2 ദിവസമോ ചേർന്നുകൊണ്ട് കഴിയുകയില്ല. കാരണം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കൾ പലരും പല തട്ടിലാണ്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾ പലതും പല തട്ടിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് ഇതിനൊക്കെ പിന്നിൽ. ഈ ഒരു പശ്ചാത്തലത്തിൽ UDF-നുള്ളിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അത് നേതൃത്വത്തിന് വലിയ കീറാമുട്ടിയായി മാറുകയാണ്. പ്രത്യേകിച്ച് പല നേതാക്കൾക്കും VM സുധീരൻ്റെ നിലപാടുകൾക്കെതിരെ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട്. അതോടൊപ്പം ഘടകകക്ഷികൾക്കുള്ളിലും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. പല ഘടകകക്ഷികളും തങ്ങൾ മുന്നണിയിൽ തുടരുന്നതിൻ്റെ നിരർത്ഥകതയെ സംബന്ധിച്ചാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരുമെങ്കിൽ കൂടിയും പ്രശ്നപരിഹാരം വളരെ അകലെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നേതൃത്വം ഇടപെട്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിയമസഭ വീണ്ടും ഒരു ഭരണ തുടർച്ച എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായും. ദിനകർ, ഇവിടെ അതെ ഈ JDU-വിന്റെ വിഷയം തന്നെ ഏറ്റവും ഒടുവിലായി കത്തി നിൽക്കുന്നത് JDU-വിന്റെ വിഷയമാണ്. അവർ മുന്നണി വിടാൻ ആലോചിക്കുന്ന തരത്തിലേക്ക് അവരുടെ പ്രസ്താവനകൾ പരസ്യമായി തന്നെ വന്നു കഴിഞ്ഞു. ഇവിടെ JDU-വിന്റെ കാര്യമെടുക്കുമ്പോൾ കഴിഞ്ഞ പാലക്കാട് സംഭവത്തിലും JDU ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു അന്വേഷണം നടത്തി. പക്ഷേ കൃത്യമായ രീതിയിൽ നടപടിയെടുത്തില്ല. ആ പരാതി ഇപ്പോഴും നിലനിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവരെ പരാജയപ്പെടുത്തിയെന്ന ആക്ഷേപം അവർ ഉന്നയിക്കുന്നു. JDU മുന്നണി വിട്ടാലും കുഴപ്പമില്ല എന്ന അഭിപ്രായം UDF-ലെ കോൺഗ്രസ് ഉൾപ്പെടെ മറ്റു പാർട്ടികൾക്കുണ്ടോ? സുരാജ്, ഈ വിഷയത്തിൽ ഇതുവരെ കടുത്ത പ്രതികരണത്തിന് ജനതാദൾ U തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്നലത്തെ യോഗത്തിനും അതിനു മുൻപും വർഗീസ് ജോർജ് ഉൾപ്പെടെയുള്ള വീരേന്ദ്രകുമാർ വർഗീസ് ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ശക്തമായി കോൺഗ്രസിൻ്റെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. കാരണം സാധാരണഗതിയിൽ അവർ ഇത്ര കടുത്ത നിലപാട് ഇതിനു മുൻപ് കഴിഞ്ഞ കാലങ്ങളിലൊന്നും സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ തങ്ങൾ തീർത്തും അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു നിലപാട് ജനതാദൾ U നേതൃത്വത്തിനുണ്ട്. അതോടൊപ്പം അണികളിലും ആ വികാരം ശക്തമാണ്. LDF-ൽ ഉണ്ടായിരുന്നതിൻ്റെ 4-1 പരിഗണന പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന
ഒരു വിമർശനവുമാണ് നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ എന്ത് വേണം എന്നത് സംബന്ധിച്ച് തീർച്ചയായും ദിനകർ വരാം. ഇപ്പോൾ ആന്റണി രാജു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആന്റണി രാജു, കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് ഇന്നത്തെ UDF. കെ എം മാണി രാജിവെച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ UDF എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് ഈ യോഗത്തെ എങ്ങനെയാണ് കാണുന്നത്? യോഗത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? അല്ല, കേരള കോൺഗ്രസ് പാർട്ടി ഈ യോഗത്തിലെ കേരള പാർട്ടി ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകുന്നേരമാണ് യോഗം. സ്വാഭാവികമായിട്ടും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യത്തെ യോഗം എന്നുള്ള നിലയ്ക്കും, അതുപോലെ മാണി സാറിന്റെ രാജിക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ യോഗം എന്നുള്ള നിലയ്ക്കും തീർച്ചയായിട്ടും ഈ യോഗത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം അത് സംശയമില്ല. പക്ഷേ നമുക്കറിയാം, 30-ാം തീയതി നിയമസഭ കൂടുന്നതിന് മുമ്പ് നിയമസഭയിൽ പ്രവർത്തനങ്ങളുമായി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു ആലോചനയിലാണ് പ്രധാനമായിട്ട് ഇന്നത്തെ യോഗം ചേരുന്നത് തന്നെ, ഇന്ന് വൈകുന്നേരം ചേരുന്നതിനെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ചില മേഖലകളിൽ നേരിട്ട പരാജയങ്ങളെക്കുറിച്ച്, അതിന്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഓരോ പാർട്ടിയും നടത്തിയ വിലയിരുത്തലുകൾ തീർച്ചയായിട്ടും ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടും. ഒരു അന്തിമമായ അക്കാര്യത്തിൽ ഒരു വിശകലനം ഉണ്ടാകില്ലെങ്കിലും പ്രാഥമികമായ ചില അവലോകനങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയും നടത്തുന്നതാണ്. അതുപോലെ തന്നെ മാണി സാറിന്റെ രാജിയെ തുടർന്നുണ്ടായ ചില അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസിനകത്തും പുറത്തുമെല്ലാം തന്നെ ഇരട്ട നീതി ഈ കാര്യത്തിൽ അന്വേഷണത്തിന്റെ കാര്യത്തിൽ തുല്യനീതി ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപം പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ നിയമസഭ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പോലും അത്തരം ഒരു ആക്ഷേപവും ഉയർന്നതായിട്ടാണ് വാർത്തകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരിശോധന ഉണ്ടാകേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച നടക്കുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചു മാത്രമല്ല, JDU-വിനെ സംബന്ധിച്ചും RSPയെ സംബന്ധിച്ചും ഇങ്ങനെ ഘടകകക്ഷികളായ മറ്റു പാർട്ടികളെല്ലാം സംബന്ധിച്ചും പരാതികളുടെ ഒരു കെട്ടഴിക്കാൻ തന്നെയുള്ള ഒരു സാഹചര്യമായാണ് ഈ യോഗത്തെ കാണുന്നതെന്നറിയാം. ഇവിടെ എല്ലാം പ്രതിക്കൂട്ടിലാകുന്നത് കോൺഗ്രസ് ആണ് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ തന്നെ, കേരള കോൺഗ്രസിന്റെ വിഷയത്തിൽ തന്നെ കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. ഈ നിലയ്ക്ക് UDF-ൽ യോഗം ചർച്ച ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ഏതു വിധത്തിലുള്ളൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല, അത് UDF-ലെ എല്ലാ ഘടകകക്ഷികളും പൊതുവായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിപ്രായ പ്രകടനം നടത്തും, അവരുടേതായ നിർദ്ദേശങ്ങൾ വെക്കും, പൊതുവായി ആലോചിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. അല്ലാതെ ഇന്ന നിലയ്ക്കുള്ള തീരുമാനം ഉണ്ടാകണം എന്നുള്ളത് ഒരു കക്ഷിക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ലല്ലോ. അത് അഭിപ്രായ പ്രകടനം ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പൊതുവായി ഉയർന്നു വരുന്ന കൂട്ടായി എടുക്കുന്ന ചില നിർദ്ദേശങ്ങളും ചില നിഗമനങ്ങളും ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുവായ തീരുമാനം ഉണ്ടാകും. അത് ഇന്ന തീരുമാനം വേണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഒരു വിഷയത്തിലും ആവശ്യപ്പെടാൻ പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഒരു നേരിയ പരാജയം, പ്രതീക്ഷയ്ക്കുയർന്ന വിജയം ഉണ്ടാകാത്തതിന്റെ കാരണങ്ങൾ പാർട്ടികൾ വിലയിരുത്തും. അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ എല്ലാ പാർട്ടികളും ഉന്നയിക്കും. അതിന് പൊതുവായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. തീർച്ചയായും ലീഗിനെ പോലെ തന്നെ വളരെ ശക്തിയുള്ള പാർട്ടിയാണ് നിങ്ങളുടേതും. ഘടകകക്ഷികളിൽ ഏറ്റവും ശക്തിയുള്ള പാർട്ടികളിൽ ഒന്നാണ് നിങ്ങളുടേതും. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ അത് ശക്തമായ ഒരു സമ്മർദ്ദം കൂടി അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്, അല്ലേ? അല്ല, ഇക്കാര്യത്തിൽ ഒരു സമ്മർദ്ദമൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ജനാധിപത്യ മുന്നണിക്കകത്ത് ഒരു പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമില്ലല്ലോ. വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ പരസ്പരം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അതിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിഴവുകൾ കണ്ടെത്തി നികത്തി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ പിഴവുകൾ കണ്ടെത്തി തിരുത്തി പരാജയത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുക. അല്ലാതെ സമ്മർദ്ദത്തിലൂടെ ആരെങ്കിലും ചെറുതാക്കാനോ ആരുടെയെങ്കിലും പേരിൽ പരാതികളുടെ കെട്ടഴിച്ചിടാനോ ഒന്നുമല്ല. എല്ലാവരുടെ ഭാഗത്തു നിന്നും അവരുടേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കും. ശ്രീ ആന്റണി രാജു, പക്ഷേ വെറുതെ ഈ UDF-ൽ ഇങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് എന്താണ് കാര്യം? ഇപ്പോൾ ഈ ഇരട്ട നീതി തന്നെ മാണി രാജിവെക്കുന്നതിന് മുൻപ് നിങ്ങൾ ഉന്നയിച്ചിരുന്നു, രാജിവെച്ച ശേഷം പരസ്യമായി തന്നെ ഇത് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്തു പ്രതികരിച്ചു, UDF-ൽ മറ്റു കക്ഷികൾ എന്തു പ്രതികരിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന പോലെ ഒരു കൃത്യമായൊരു പരിഹാര നടപടി ഉണ്ടാകണമെങ്കിൽ വെറുതെ ചർച്ച ചെയ്തത് കൊണ്ടായോ? അല്ല, ചർച്ചയിലൂടെയാണല്ലോ പരിഹാര നടപടികൾ ഉണ്ടാകേണ്ടത്. ഞങ്ങൾ ഉന്നയിക്കുക മാത്രമല്ലോ, ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ ആദ്യം ഇത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ഒരു ഒറ്റപ്പെട്ട ശബ്ദമായിട്ടാണ് നിലനിന്നിരുന്നതെങ്കിൽ പിന്നീട് അത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തു നിന്നും അത് ശരിയാണ്, ഞങ്ങൾ ഉന്നയിച്ച ആരോപണം അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആശങ്ക ശരിവെക്കുന്ന വിധത്തിലാണല്ലോ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുനിന്ന് അഭിപ്രായ പ്രകടനം ഉണ്ടായത്. അപ്പൊ കോൺഗ്രസ് പാർട്ടിയും അത്തരം അഭിപ്രായ പ്രകടനത്തിലേക്ക് എത്തിയ സ്ഥിതിക്ക് അതിന് പരിഹാരം കണ്ടെത്താനുള്ള ബാധ്യത
പിന്നെ എല്ലാ പാർട്ടികൾക്കും ഉണ്ട്, മുഖ്യമായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൊതുവായി ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഉണ്ടാകേണ്ടത്. അല്ലാതെ ഇന്ന രീതിയിൽ പരിഹാരം ഉണ്ടാകണമെന്നൊന്നും കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടില്ല. പ്രശ്നങ്ങൾ ഉന്നയിക്കും, പ്രശ്നങ്ങൾ പൊതുവായി ചർച്ച ചെയ്യും, അവിടെ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുവായ തീരുമാനങ്ങളുണ്ട്. ശരി ശരി എന്തായാലും UDF-ൽ ഈ ഇരട്ടനീതി എന്നത് പ്രധാനമായും ബാബുവിന്റെ വിഷയത്തിലാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ബാബുവിനെതിരെ ശക്തമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ UDF-ൽ ആവശ്യപ്പെടും? ബാബുവിനെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത്. ബാബുവിന്റെ കാര്യത്തിൽ കൈക്കൊണ്ടതാണ് യഥാർത്ഥ നിയമപരമായി ശരിയെന്നുള്ള നിലപാടാണ് ഞങ്ങൾ അന്നും എടുത്തത്. ബാബുവിന്റെ കേസിന്റെ അന്വേഷണത്തിൽ നടത്തിയ നീക്കങ്ങൾ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത് അതാണ് ശരി, അതാണ് നീതി, അതാണ് നിയമം. ആ നിയമവും ആ നീതിയും ആ ശരിയും KM മാണിക്കും കിട്ടേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങൾ അന്ന് പറഞ്ഞത്. അല്ലാതെ ബാബുവിന്റെ KM മാണിക്കെതിരെ കേസെടുത്തുകൊണ്ട് ബാബുവിന്റെ പേരിലും കേസെടുക്കണമെന്നോ KM മാണിയുടെ പേരിൽ പിന്നെ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് ബാബുവിന്റെ പേരിൽ കൊടുക്കണമോ എന്നല്ല ഞങ്ങൾ ഉന്നയിച്ചത്, മറിച്ചാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ശരി, വളരെയധികം നന്ദി ശ്രീ ആന്റണി രാജു. അതിനു മുമ്പ് താങ്കൾ പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി. JDU-വിന്റെ താങ്കൾ പോയി, ക്ഷമിക്കണം. ഇപ്പോൾ ജോണി നെല്ലൂർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജോണി നെല്ലൂർ, ഘടകകക്ഷികൾക്കെല്ലാം പരാതികളുടെ വലിയൊരു കെട്ട് തന്നെ UDF-ൽ ഇന്ന് അഴിക്കാനുണ്ടാകും. താങ്കളുടെ പാർട്ടിക്ക് എന്തൊക്കെ പരാതികളാണ് പറയാനുള്ളത്? ശ്രീ ജോണി നെല്ലൂർ, ഇന്ന് UDF യോഗം ചേരുകയാണ്. ദിനകറിലേക്ക് വരാം. ദിനകർ, ഈ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ യോഗത്തിൽ അവർ ഈ വിഷയം, ഇരട്ടനീതി വിഷയം ഉന്നയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ യോഗത്തിൽ അത് ഏത് വിധത്തിലായിരിക്കും ഈ ചർച്ചയിൽ അവർ സ്വീകരിക്കുക? സുരാജ്, ഈ വിഷയത്തിൽ സ്വാഭാവികമായും രണ്ട് നീതി എന്നുള്ള നിലപാട് കേരള കോൺഗ്രസ് ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ആന്റണി രാജു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി തന്നെ വരും. അതോടൊപ്പം മറ്റ് ഘടകകക്ഷികൾ തങ്ങളുടെ പരാതികൾ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കും. പ്രത്യേകിച്ച് പല ഘടകകക്ഷികൾക്കും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങി, അല്ലെങ്കിൽ കോൺഗ്രസ് തിരിഞ്ഞു പിടിച്ച് തങ്ങളെ പരാജയപ്പെടുത്തി എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ജനതാദൾ യുവും ഒപ്പം മുസ്ലിം ലീഗും ഈ വിഷയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. അത് കോൺഗ്രസും തിരിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. മലപ്പുറത്ത് ഉൾപ്പെടെ വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയാത്തത് തിരിച്ചടിയായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും ഒപ്പം ലീഗ് നേതൃത്വവും കാണുന്നത്. അത് മുന്നണിക്കുള്ളിലെ ഐക്യമില്ലായ്മ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു തീർത്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതായിരുന്നു എന്നുള്ള ഒരു നിലപാട് UDF-ലെ ഘടകകക്ഷി നേതാക്കൾക്കൊക്കെയും ഉണ്ട്. അത് ഇനിയും പരിഹരിച്ചില്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള ഒരു വലിയ ഭയം എല്ലാ നേതാക്കൾക്ക് ഇടയിലും നിലനിൽക്കുന്നുമുണ്ട്. സുരരാജ്. ശരി ദിനകർ, വരാം. ഇന്ന് UDF യോഗം നടക്കാനിരിക്കുകയാണ്. ഘടകകക്ഷികളെല്ലാം ഒട്ടേറെ പരാതികളുമായാണ് UDF യോഗത്തിൽ എത്തിച്ചേരുക. JDU-വിനെ സംബന്ധിച്ചിടത്തോളം പരാതിയുണ്ട്, RSPയെ സംബന്ധിച്ചിടത്തോളം പരാതിയുണ്ട്, കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരാതിയുണ്ട്.